Hello friends, Assalamualaikum. Welcome back to my channel. അപ്പോൾ ഞാൻ ഇന്നൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതൊരു വെജിറ്റബിൾ സമൂസയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വീഡിയോയിൽ കൂടാതെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ആണ് 3 എണ്ണം കൂടി അരച്ചതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ബൗൾ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, സവാളയും കൂടി നല്ലതായിട്ട് ചോപ്പ് ചെയ്ത് അരിഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഈ ഗ്രീൻ പീസ് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേവാൻ സുഖമായിരിക്കും മസാലയ്ക്ക് വേണ്ടിയിട്ട്. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും. നമ്മളെ പാൻ നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് 3 എണ്ണം കൂടെ നമ്മൾ ചതച്ചെടുത്തതാണ്. ഇതൊന്ന് വാടി നല്ല ഗോൾഡൻ ബ്രൗണിഷ് കളർ ആകുമ്പോഴേക്കും നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാളയാണ് ഇത്തിരി കൂടുതൽ സമയം എടുക്കുന്നത് ഇത് വേവാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മൾ ഫസ്റ്റ് സവാള ഇടുന്നത്. അതിന് ശേഷം പൊട്ടേറ്റോ ആണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മളെ സവാള നല്ല വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് പൊട്ടേറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ വേവ് അനുസരിച്ചാണ് നമ്മൾ ഓരോന്നോരോന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് പൊട്ടേറ്റോ ഒരു പകുതി വേവ് ആയിട്ട് വേണം നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാൻ. ക്യാരറ്റ് പിന്നെ വേവ് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം എണ്ണ കുറവേ ഒഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ പയ്യെ നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും. പൊടികളൊക്കെ ആഡ് ചെയ്ത് കുറച്ച് മിക്സ് ആയതിനു ശേഷം ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലൊപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ പൊടിയൊക്കെ നല്ലോണം ഈ മസാലയിലൊക്കെ പിടിക്കും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മസാല എന്ന് പറയുന്നത് കുറച്ച് മോയ്സ്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മളെ സമൂസയ്ക്കും ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വെളിച്ചെണ്ണയും കുറച്ച് ഉപയോഗിച്ചത്. ഇനി നമുക്ക് ഇത്തിരി വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് മസാല ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മൾ മസാല ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഞാനിവിടെ സമൂസ ലീഫാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് മൈദയും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ സമൂസനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഫോൾഡ് ചെയ്യുന്നത് കാണിക്കും. ഞാനതിൽ 1 സ്പൂൺ മസാലയാണ് വെക്കുന്നത്. എന്നിട്ട് പയ്യെ നമുക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ആ മൈദ മാവ് കൊണ്ട് ഒട്ടിക്കാം. ഇതുപോലെ നമുക്ക് ഓരോ സമൂസ ഇങ്ങനെ റാപ്പ് ചെയ്തെടുക്കാം. നമുക്ക് സമൂസ പൊരിച്ചെടുക്കാം. നല്ല മീഡിയം ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ സമൂസ കരിയാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ കണ്ടില്ല എത്ര സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടാണ് നമ്മൾ ഈ വെജിറ്റബിൾ സമൂസ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ സമൂസ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലെ ഒരുപാട് സിമ്പിൾ റെസിപ്പീസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു.